പ്രധാനമന്ത്രിയെ അവഹേളിച്ച് കേരളത്തിൽ ഫ്ലെക്സ് ബോർഡ്. കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയ്ക്ക് മുന്നിലായിരുന്നു ഈ ബോർഡ്. 4 കൈകളുള്ള പ്രധാനമന്ത്രിയുടെ ചിത്രമാണ് ഇവിടെ സ്ഥാപിച്ചത്. ചിത്രം ആരാണ് വെച്ചത് എന്ന് വ്യക്തമല്ല. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ ഇത്തരത്തിലൊരു പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന ഒരു ഫ്ലെക്സ് ബോർഡ് അവിടെ ഉയർന്നത്. അതായത് ആരാണ് ഇത് അവിടെ സ്ഥാപിച്ചതെന്ന് വ്യക്തമല്ല. പക്ഷേ ആ സമീപത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ടോ? പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ ജിജീഷ്. വിനോദ്, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള ഒരു ഫ്ലെക്സ് ബോർഡ് ആദ്യം അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. പ്രധാനമന്ത്രിയെ അവഹേളിച്ചുകൊണ്ടും വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടുമുള്ളതായിരുന്നു അത്തരത്തിലുള്ള ചിത്രങ്ങൾ. നമുക്കറിയാം, പല ക്യാമ്പസുകളിലും ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന ചിത്രങ്ങളെല്ലാം മുമ്പും പ്രചരിപ്പിച്ചിരുന്നു. അതിനുള്ള നീക്കങ്ങളെല്ലാം തന്നെ ആസൂത്രിതമായി നടന്നിരുന്നു. എന്നാൽ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട, ഭീകരവാദത്തിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ തന്നെ പ്രധാനമന്ത്രിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു ഫ്ലെക്സ് അവിടെ സ്ഥാപിക്കുകയായിരുന്നു. ആരാണ് ഇത് സ്ഥാപിച്ചത് എന്നത് സംബന്ധിച്ച് നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ BJP കാലടി മണ്ഡലം കമ്മിറ്റി നൽകിയ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ ഇങ്ങനെയാണ് 4 കൈകളുള്ള രീതിയിലാണ് പ്രധാനമന്ത്രിയെ ചിത്രങ്ങളായി വരച്ചിട്ടുള്ളത്. അതിൽ ശൂലത്തിൽ കുത്തിയ ഒരു ഭ്രൂണത്തിൻ്റെ പടം, ഒരു ശൂലത്തിൽ ഭ്രൂണമാണ് കാണിച്ചിരിക്കുന്നത്. മറ്റൊന്നിൽ ഒരു മിനാരത്തിൻ്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രതീകാത്മകമായി എന്ന രീതിയിൽ ചില കാര്യങ്ങൾ അവിടെ കൃത്യമായി തന്നെ അവതരിപ്പിക്കാൻ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ പൂർണ്ണമായും തന്നെ അവഹേളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം തന്നെയാണ് ആ ചിത്രത്തിലൂടെ നടത്തിയത്. പിന്നീട് ഇത് വലിയ തോതിൽ വിവാദമായി. പരിവാർ സംഘടനകളും BJPയും ഒപ്പം തന്നെ വിവിധ കോണുകളിൽ നിന്ന് ദേശസ്നേഹികൾ ഒന്നടങ്കം തന്നെ ഈ ഒരു നീക്കത്തെ ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു. പോലീസിൽ പരാതികൾ വന്നു. BJP മണ്ഡലം കമ്മിറ്റി അടക്കം പരാതികളുമായി മുന്നോട്ട് വന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ പിന്നീട് ഈ ഫ്ലെക്സ് അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. ഇത് ആര് വെച്ചു എന്നതിൽ വിശദമായ അന്വേഷണം വേണമെന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ ആരാണ് അതവിടെ കൊണ്ടുപോയി വെച്ചത് എന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. കാരണം നേരത്തെയും കാലടി സർവകലാശാലയിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പദവികളിൽ ഉള്ള ആളുകളെ അവഹേളിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെതിരെ മോശമായ ചില വാക്കുകൾ എഴുതിക്കൊണ്ടുള്ള വലിയ ബാനർ അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് SFIയുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് ആ ബാനർ പ്രത്യക്ഷപ്പെട്ടത്. എങ്കിൽ ഈ ഫ്ലെക്സ് വെച്ചതിന് ആരാണ് വെച്ചത് എന്ന പേര് നൽകാതെയാണ് ഈ ഒരു ഫ്ലെക്സ് കൊണ്ടുപോയി സ്ഥാപിച്ച് പിന്നീട് അത് കടന്നു കളയുകയും ചെയ്തത്. SFI ഈ ഒരു ആരോപണം നിഷേധിക്കുന്ന ഘട്ടത്തിൽ പോലും പിന്നിൽ ആര് എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന ഒരു ആവശ്യമാണ് ഉയരുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെയും ഉയർന്നിട്ടുള്ള മറ്റ് പരാതികളും, സമാനമായ മറ്റ് പരാതികൾ കൂടി പോലീസ് പരിശോധിക്കണമെന്ന ഒരു ആവശ്യമാണ്. നിരന്തരമായി ഈ സർവകലാശാലയ്ക്ക് മുന്നിൽ, അല്ലെങ്കിൽ സർവകലാശാലയിൽ നിന്ന് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത് തന്നെയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ മാസം 28, 29, 30 ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ യൂണിയൻ കലോത്സവം നടക്കുകയാണ്. യൂണിയൻ കലോത്സവം SFI നേതൃത്വത്തിലാണ് ആ കലോത്സവം സംഘടിപ്പിക്കുന്നത്. ആ കലോത്സവത്തിന് കലാലയം ഒരുങ്ങുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് അതിൻ്റെ ആർച്ചുകളും പോസ്റ്ററുകളും ബാനറുകളും എല്ലാം ഉയർന്നതിന് അരികിൽ തന്നെയാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡ് കൂടി പ്രത്യക്ഷപ്പെട്ടുള്ളത്. കാലടി സംസ്കൃത സർവകലാശാലയുടെ മുമ്പിലാണ് പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡ് ഉയർന്നിട്ടുള്ളത്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ.